ഹേലോ മിസ് അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസിനോട് വൻ തോൽവിയേറ്റ് വാങ്ങി CSKയുടെ ഈ IPL 19 സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറിൽ 229 എന്ന വൺ ടോട്ടൽ CSKയ്ക്ക് മുമ്പിൽ ടാർഗറ്റ് വയ്ക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ CSK വെറും 140 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. അതും 13.4 ഓവർ. CSKയുടെ തന്നെ ഏറ്റവും വലിയൊരു ഡിഫീറ്റ് മാർജിനും അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയൊരു വിക്ടറി മാർജിൻ കൂടിയായിരുന്നു ഇന്നലത്തെ അഹമ്മദാബാദിലെ മത്സരത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ നമ്മുടെ മലയാളികൾ സഞ്ജു സാംസൺ ഇന്നലെ അധികം പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ആദ്യ ബോളിൽ തന്നെ സിറാജിന് പിടി നൽകി തുടങ്ങിയായിരുന്നു. ഇതിനിടെ വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹത്തിന് ചെറുതായിട്ട് വിരലിനൊരു ഇഞ്ചേർഡ് ആയി. സഞ്ജുവിന് പകരം എന്ന് പറയാൻ CSKയ്ക്ക് വേണ്ടി വിക്കറ്റ് കീപ്പ് ചെയ്തത് ഉർവിൽ പട്ടേലായിരുന്നു. പക്ഷെ ബാറ്റിങ്ങിന് ഇറങ്ങില്ല എന്ന് വിചാരിച്ചെങ്കിലും സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങിയും ആദ്യ ബോളിൽ തന്നെ ഡക്കായി മടങ്ങുകയായിരുന്നു. ഇന്നലെ CSKയുടെ ബാറ്റിംഗ് ഓപ്പണിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഗെയ്ക്വാദിന് ഒരു മാറ്റ് ഷോട്ടായിരുന്നു സഞ്ജുവിനൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. വൺ ഡൗൺ ആയാണ് ഗെയ്ക്വാദ് നിന്നത്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് ഗെയ്ക്വാദിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അക്രമാസക്തമായ ഒരു ബാറ്റിംഗ് നമ്മൾ കണ്ടു. അദ്ദേഹം 7 ബോളിൽ നിന്ന് 16 റൺസ്, അതായത് ഒരു 4ഉം 2 6ഉം ഉൾപ്പെടെ ഓവർ 200 സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നലെ ഋതുരാജ് ഗെയ്ക്വാദ് ബാറ്റ് ചെയ്തത്. ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇന്നലെ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ ഇന്നലെ ഗുജറാത്തിൻ്റെ വമ്പൻ സ്കോറിന് മുമ്പിൽ ചെന്നൈ ബാറ്റിംഗ് നിര തകർന്നടിക്കുകയായിരുന്നു. ഗുജറാത്തിൻ്റെ 230 എന്ന സ്കോർ ചേസ് ചെയ്യാൻ പോകുന്ന ബാറ്റിംഗ് നിരയൊന്നും ചെന്നൈക്കില്ലായിരുന്നു. എസ്പെഷ്യലി ഗുജറാത്തിൻ്റെ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ ഈ സീസണിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബൗളിംഗ് ആണ് ഗുജറാത്തിനുള്ളത്. പക്ഷേ ചെന്നൈയുടെ ബാറ്റിംഗ് കുറച്ചുകൂടി ചത്താപ്പച്ച നല്ലതായിരുന്നു. അടുക്കൊന്നല്ലേ ജയിക്കുക അല്ലെങ്കിൽ തോക്കുക. മീൻസ് ഒരു റൺ റേറ്റ് നോക്കി കളിക്കുക അല്ലെങ്കിൽ ഒരു സെൻസിബിൾ മാച്ച് കളിക്കാനുള്ള ഒരു ഉദ്ദേശമൊന്നും ചെന്നൈയുടെ ഭാഗത്തൊന്നും വേണ്ടില്ല. വരണ്ടവനും പോകാനും അടിക്കുക ഓട്ടോ, ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സഞ്ജു സാംസൺ വന്നത്. പക്ഷേ പുള്ളി ഫസ്റ്റ് തന്നെ ഒരു എഡ്ജ് എടുത്ത് പോയായിരുന്നു. ഇന്നലെ ശിവൻ ദുബയുടെ നല്ലൊരു കിടിലൻ ഇന്നിങ്സ് ആണ് കണ്ടത്. ശിവൻ ദുബ ഇന്നലെ 17 പന്തിൽ 4 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 47 റൺസാണ് ചെന്നൈക്ക് വേണ്ടി നേടിയത്. 276.4 സ്ട്രൈക്ക്. അങ്ങനെ ആറുച്ചാമി ഷോ ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടു. പക്ഷെ ആ ഒരു ഇന്നിങ്സ് ഒന്നും പോരായിരുന്നു ചെന്നൈക്ക് ഇന്നലെ ജയിക്കാൻ. അങ്ങനെ തകർത്തടിച്ചൊന്ന ശിവൻ ദുബെ പുറത്താക്കിയത് റാഷിദ് ഖാനായിരുന്നു. റാഷിദ് ഖാൻ എറിഞ്ഞ പന്തിൽ ഉയർത്തടിച്ച് 6 പുറത്താൻ നോക്കിയ ശിവൻ ദുബെ നല്ലൊരു മികച്ച ക്യാച്ചിലൂടെ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പിടിക്കുകയായിരുന്നു. ആ ഒരു ക്യാച്ച് പിടിച്ച ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ വളരെ വൈറലായി ഇന്നലെ. കാരണം അത്രയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു ഇന്നലെ ശുഭ്മാൻ ഗില്ലിന്. കാരണം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ആരാധകരെക്കാളും കൂടുതൽ ചെന്നൈ ആരാധകരായിരുന്നു ഇന്നലെ നമുക്ക് കണ്ടറിയാം. ഒരു പക്ഷേ പോക്കിലെ കളി ഇറങ്ങുന്നു തോന്നിപ്പോയി. അത്രയ്ക്ക് CSK ഫാൻസ് ഇന്നലെ അഹമ്മദാബാദിൽ കൂടിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആക്രോശം, ആ ഒരു ദേഷ്യം, ആംഗ്രി മൂഡായിരുന്നു ഇന്നലെ ശുഭ്മാൻ ഗില്ലിൻ്റെ ആ ശിവൻ ദുബയുടെ ക്യാച്ച് എടുത്ത ശേഷമുള്ളത് കണ്ടത്. ഇന്നലെ ഗുജറാത്ത് ബോളേഴ്സ് എല്ലാം മികച്ച രീതിയിലാണ് പന്തുടങ്ങിയത്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ DSP നമ്മുടെ മുഹമ്മദ് സിറാജ് ഇന്നലെ 3 ഓവറിൽ 26 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റ് എടുത്താണ്. അതായത് സഞ്ജു സാംസൺ, ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, അതുപോലെ തന്നെ ഉർവിൽ പട്ടേൽ എന്നിവരെ പവർ പ്ലേയിൽ തന്നെ മടക്കി CSKയുടെ കഥ വെച്ചത് DYSP മുഹമ്മദ് സിറാജാണ്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ, കേഗിസോർ റബാഡ എന്നിവരും ഇന്നലെ 3 വിക്കറ്റ് നേടി. റാഷിദ് ഖാൻ ഇന്നലെ 2 ഓവറിൽ 18 റൺസ് മാത്രം ഇട്ട് തുടങ്ങിയാണ് 3 വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ കേഗിസോർ റബാഡ ഇന്നലെ 3.4 ഓവറിൽ 32 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റ് നേടുകയും ചെയ്തു. ഇന്നലെ ടോസ് നേടിയ CSK ഗുജറാത്തിന് ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു. ആദ്യം ഓപ്പണിങ്ങിൽ തന്നെ സായ് സുദാനും ശുഭ്മാൻ ഗില്ലും ചേർന്ന് മികച്ച സ്റ്റാർട്ടാണ് ഗുജറാത്ത് നൽകിയത്. ആദ്യ വിക്കറ്റിൽ തന്നെ 20 കൂടി 125 റൺസ് ഗുജറാത്ത് ഇന്നിങ്സിന് നല്ലൊരു അടിത്തറ പകയായിരുന്നു. പിന്നീട് വന്ന ജോസ് ബട്ട്ലറിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് തന്നെ കണ്ടത്. 27 പന്തിൽ 5 4ഉം 4 6ഉം ഉൾപ്പെടെ 57 റൺസാണ് നല്ല ജോസ് അട്ടൻ ഗുജറാത്തിന് വേണ്ടി നേടി. അങ്ങനെ ഗുജറാത്തിനെ 229 എന്നൊരു സ്കോറിലേക്ക് എത്തിച്ചു. ഇന്നലെ CSK ബോളേഴ്സൊക്കെ കണക്കിനടി വാങ്ങി കൂട്ടായിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയാൻ മറ്റൊരുമല്ല അൻഷുൽ കമ്പോജ് 4 ഓവറിൽ ഇന്നലെ വിട്ടുകൊടുത്തത് 56 റൺസാണ്. ഒരു വിക്കറ്റ് മാത്രമേ ഇന്നലെ എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ മുകേഷ് ചൗധരിയാണ് കുറച്ചൊന്ന് ബെറ്ററായി അറിഞ്ഞത്. 4 ഓവറിൽ 36 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. ഓസ്ട്രേലിയൻ പേസറായ സ്പെൻസർ ജോൺസൺ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 47 റൺസാണ്. താരതമ്യേന അടി കുറവ് കിട്ടാനുള്ള 100 എന്നതിന് ഇന്നലെ കിട്ടി 3 ഓവറിൽ 41 റൺസ്. പിന്നെ ആളുച്ചാമി ശിവൻ ദുബ 1 ഓവറിൽ ഇറങ്ങുള്ളൂ. പക്ഷെ പുള്ളി കിട്ടി 15 റൺസാണ്. പക്ഷെ ആ പുള്ളി ആ ബാറ്റിങ്ങിൽ ആ ഒരു ക്ഷീണമൊക്കെ തീർത്തുണ്ട്. എന്നിരുന്നാലും CSK വൻ മോശം പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചത്. ഇനി
തല ധോണി മത്സരത്തിന് നടന്നു വന്ന് ആരാധകർ പറ്റിയൊന്നുമല്ലാതെ വേറൊരു കാര്യം CSKയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ടീമിൽ ഇടയ്ക്കിടയ്ക്ക് പരിക്കും മറ്റു കാര്യങ്ങൾ, എസ്പെഷ്യലി ആയുഷ് മാത്രമേ അങ്ങനെ കുറച്ച് പേരുടെ പരിക്കുള്ള കാരണം CSKക്ക് നല്ലൊരു പ്ലേയിങ് 11 സെറ്റാക്കാൻ പറ്റിയില്ല എന്നതാണ് CSKയുടെ ഈ സീസണിലെ ഏറ്റവും വലിയ പരാജയമായി തോന്നിയത്. ആദ്യത്തെ കളികളിൽ നിന്ന് തോൽവിയിൽ നേരിട്ട ശേഷം പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും ആ ഒരു തിരിച്ചുവരവിന് അധികം ആയുസ്സുണ്ടായില്ല. പിന്നെയും തോൽവികൾ ഏറ്റുവാങ്ങി CSK സീസൺ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സീസണിൽ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് പൊളിച്ചുപണികൾക്കൊക്കെ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ കാര്യത്തിൽ അവരെന്ത് നടപടിയെടുക്കുന്നൊക്കെ കാണാം. പിന്നെ സഞ്ജു സാംസൺ അടുത്ത സീസണിൽ എന്തായാലും തുടരും എന്ന് തോന്നും. അപ്പോൾ പിന്നെ ഗുജറാത്തിൻ്റെ കാര്യത്തിലേക്ക് വെച്ചാൽ അവരെന്തായാലും ക്വാളിഫയർ 1 കളിക്കാനുള്ള സാധ്യതയാണ്. ക്വാളിഫയർ 1 നമുക്ക് RCB വേഴ്സസ് ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവർ അഹമ്മദാബാദിൽ ഒരു മത്സരം കൂടി കളിക്കാൻ സാധ്യതയുണ്ട്. അത് ഫൈനലായിരിക്കും. കാരണം അഹമ്മദാബാദിലാണ് IPL 2026 ഫൈനൽ. അപ്പോൾ സ്വന്തം ഹോം ഗ്രൗണ്ടിലൊരു ഫൈനൽ കളിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.